അപ്പോ VP അവളെ തനിച്ചു പോകാൻ തന്നെ സമ്മതിച്ചോ? അതെങ്ങനെ ശരിയാവും? നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും അവൾ പോവുക തന്നെ ചെയ്യും. ആരോടും പറയാതെ അവൾ അങ്ങനെ ഒരു സാഹസം ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ അറിവോടുകൂടി പോകുന്നു. എന്നാലും അവള് തനിച്ച്, അതും ഇത്രയും ദിവസം. അതിനെന്താ കുഴപ്പം? അപ്പുവിനെ പോലെ ബോൾഡായൊരു പെൺകുട്ടിക്ക് അതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. എത്രയോ പെൺകുട്ടികൾ തനിച്ച് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പുറപ്പെടുന്നുണ്ട്. എനിക്കെന്തോ ഉള്ളിലൊരു... തൻ്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവൾ ഒരിക്കലും ചീത്ത കമ്പനികൾ ചെന്ന് പെടില്ലെന്ന്. അവൾ വാക്ക് തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തോ എനിക്കതൊന്നും ഇപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല. അവൾക്ക് ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അപ്പുവിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് അവളെ കുറ്റം പറയാനാവില്ല ഗീത. പെട്ടെന്ന് മാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ വന്നത് അവളുടെ മനസ്സിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ. അതിലൊരാൾ പെട്ടെന്ന് മറ്റൊരു റിലേഷനിലേക്ക് എൻഗേജ്ഡ് ആവുമ്പോൾ അപ്പുവിനെ പോലെ സെൻസിറ്റീവായ ഒരാൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനാവില്ല. പക്ഷെ VP, അത്തരം റിയാലിറ്റീസ് എപ്പോഴാണെങ്കിലും അപ്പവും ആളും ഫേസ് ചെയ്യേണ്ടതല്ലേ? അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പക്വത കാണിക്കേണ്ടതിന് പകരം ഇങ്ങനെ ഒളിച്ചോടുകയാണോ വേണ്ടത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ളൊരു സൗഹൃദം പോലെ അല്ലല്ലോ അപ്പവും ആളും തമ്മിലുള്ള സൗഹൃദം. ജനനം മുതൽ പരസ്പരം കൂട്ടായ രണ്ടുപേർ. പോരാത്തതിന് നമ്മൾ വീട്ടുകാരുടെ എല്ലാവിധ സപ്പോർട്ടും. ആ സൗഹൃദത്തിലേക്ക് പെട്ടെന്ന് മൂന്നാമതൊരാൾ കടന്നു വരുന്നതും അധികാരമുറപ്പിക്കുന്നതൊന്നും അപ്പുവിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. പോരാത്തതിന് നമ്മൾ വീട്ടുകാരെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും. പൊതുവെ അപ്പുവിന് പൊസസീവ്നെസ് അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിനെ അത് വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഒരു കണക്കിന് ഇങ്ങനൊരു യാത്ര അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അവളുടെ മനസ്സൊന്ന് ശാന്തമാവും. എന്നാലും എൻഗേജ്മെന്റ് അവളിവിടെ ഇല്ലാന്ന് പറയുമ്പോൾ അശ്വതി മുരളിയൊക്കെ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അവളെ ഇവിടുന്ന് നമ്മളും കൂടെ ചേർന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നെങ്ങാനും വിചാരിക്കുവോ? അശ്വതി മുരളിയൊന്നും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. പിന്നെ ഇന്ദിരാമ അവരെന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാൻ നോക്കിയാലും അശ്വതി മുരളിയൊന്നും അതിന് കാത് കൊടുക്കില്ല എന്ന് ഉറപ്പാ. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ കരുതിയാലും ഇല്ലെങ്കിലും നമുക്ക് വലുത് അപ്പുവിനെ സാധാരണഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം അതേക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ. അതിന് ഇങ്ങനൊരു ട്രിപ്പ് പോയേ മതിയാവൂ എന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോ പറയുന്നത് എന്തിനാ? അവൾ പോയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ താൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് പ്രഷർ കൂട്ടാതെ കിടക്കാൻ നോക്ക്. എനിക്ക് രാവിലെ പോണം. ആ അതെ ഗോപിയേട്ടാ, എല്ലാം വളരെ പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നു. ഒന്നുമില്ല, നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോ എന്നാ പിന്നെ അതങ്ങ് നോക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. ആ അതെ, ഈ മാസം 12-നാ. ആ ഞായറാഴ്ച തന്നെ. അരുന്ധതി ചേച്ചിയും കുട്ടി രാവിലെ തന്നെ പോന്നേക്കണം. ഞാനും അശ്വതിയും നേരിട്ട് ക്ഷണിക്കാൻ വരണോ? ആ മറക്കല്ലേ, കമ്മിങ് സൺഡേ.